വംശവെറിയനായ വെള്ളക്കാരനായ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കയുടെ പ്രസിഡന്റായി അവരോധിതനാകുന്ന വ്യക്തി എന്താ പ്രസംഗിച്ചത്? നമ്മളൊക്കെ കേട്ടു. പ്രസംഗിച്ചത് മിഡിൽ ഈസ്റ്റ് മുഴുവനും ഞാൻ നരകമാക്കുമെന്ന് പറഞ്ഞു തീർന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം ലോസ് ആഞ്ചലസിൽ ഇറങ്ങുന്നു, നിന്ന് കത്തുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ കാട്ടുതീ പടർന്നു ഉയർന്നു പൊങ്ങിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും സാമ്പത്തിക ശേഷിയും ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് അള്ളാഹുവിന്റെ ആ തീയെ കെടുത്താൻ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് യാത്ര പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ? ഇതിന് ഇന്ധനമൊഴിച്ചത് നിങ്ങളാണ്. ഇതിന് നിങ്ങളാണ് ഇന്ധനമൊഴിച്ചത്. എന്താണ് ലോസ് ആഞ്ചലസിൽ ഈ കത്തിപ്പടരുന്ന കാട്ടുതീയുടെ ഇന്ധനം? എന്താണ്? ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കളുടെ ചുടുനിണമാണ്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട മക്കളുടെ കുരുതി ചെയ്യപ്പെട്ട, കൊല്ലപ്പെട്ട, മോർച്ചറികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ ഭൗതിക ശരീരത്തിന്റെ മുകളിലൂടെ വലിയ വലിയ ടാങ്കറുകൾ കയറ്റിക്കിട്ട് ആ ശവശരീരത്തെ പോലും വികൃതമാക്കി കളഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായ ജൂതന്മാർക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി. നിങ്ങൾ നിങ്ങളുടെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ചതെങ്കിൽ അല്ലാഹു അവന്റെ അപാരമായ അവന്റെ ഖുദ്റത്ത് കൊണ്ട് കാട്ടുതീയങ്ങ് പടർത്തി അല്ലാഹു അമേരിക്കയിൽ ഓടുകയാണ്. ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ആ പ്രദേശം, അവിടത്തെ രാഷ്ട്രീയ വിചക്ഷണന്മാർ, അവിടത്തെ സിനിമാ നടന്മാർ, അവിടത്തെ VIP-കൾ, അവിടത്തെ VVIP-കൾ എല്ലാവരും താമസിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശം. അല്ലാഹു വിട്ടില്ല. അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല.